ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് സോനയാണെങ്കിലോ ആകെ നാണം കെട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് അനുപമ ഇവിടെ പഞ്ചസാരയുമായി കയറി വരുന്നത്. അത് കാണുന്ന സോന ഒന്ന് പതറുന്നു, കൂടെ സുശീലയെ ഒന്ന് പതറുന്നു കേട്ടോ. ഈശ്വര, ഇവൾ വന്നല്ലോ, ഇനി എൻ്റെ കുഞ്ഞ് ഒന്നും കൂടി നാണക്കേടാവും എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഒന്നും അറിയാത്തതുപോലെ പേപ്പർ വായിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനുഭവ കയറി വന്ന്, അല്ല ഇന്ദ്രട്ട മധുരമില്ലാത്ത ചായയാണ് കുടിക്കുന്നത്. മധുരമുള്ള ചായ. അപ്പോൾ ആരാണ് ഇവിടെ മധുരത്തിന് പഞ്ചസാര കൊണ്ടുവന്നത്? അതിന് ഇന്നലെ നമ്മൾ വാങ്ങിയ പഞ്ചസാര ഇവിടെ ഉണ്ടല്ലോ. അത് കേൾക്കുന്ന സോന ഒന്ന് ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എന്താണ് ഇവിടെ പറയേണ്ടതെന്നറിയാതെ. അപ്പോഴേക്കും സുശീല പറയാണ്, ആടാ നീ എൻ്റെ മകളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കണ്ടടാ. ഇന്നലെ ഇവിടെ പഞ്ചസാര കൊണ്ടുവന്നത് എൻ്റെ മകൾ കണ്ടില്ല. അത് പ്രതിഭ എടുത്തു വെച്ചതിന് എൻ്റെ തെറ്റാണോ? എൻ്റെ മകളുടെ തെറ്റാണോ? പ്രതിഭ ഏതോ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരെ മനഃപൂർവ്വം, അല്ലെങ്കിലും ഇവിടുത്തെ മരുമക്കളെ എന്നെയും എൻ്റെ മകളെയും മനഃപൂർവ്വം താഴ്ത്താൻ നോക്കുകയാണല്ലോ. അപ്പോഴേക്കും അവിടെ അനുഭവം പറയാണ്, അതൊക്കെ അമ്മയുടെ തോന്നലാണ്. ആരും ഇവിടെ സോനയെ ഒന്നും ചെയ്യില്ല. സോന ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഉപ്പും പാത്രത്തിലോട്ട് പഞ്ചസാര ഇട്ട് വെച്ചോ എന്നൊക്കെ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയാൽ മതിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടുവന്നല്ലോ, ഇനി ഇതിവിടെ എക്സ്ട്രാ ഇരുന്നോട്ടെ, ഇവിടെ കുറച്ച് ഷുഗറിൻ്റെ ആവശ്യമൊക്കെ വരും ഇന്ദ്രേട്ടാ എന്നും പറഞ്ഞ് അകത്തോട്ട് പോവുകേട്ടോ. ആ സമയം സോനയാണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. കൂടെ ഇന്ദ്രനും പോകുന്നുണ്ട്. ഓ പെങ്കോന്തൻ, അവളുടെ വാലും തൂങ്ങി നടക്കുന്നു എന്ന് സുശീൽ പറയുന്നു കേട്ടോ. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യൻ ചെല്ലുകയാണ് പ്രതിഭയുടെ അടുത്തോട്ട്. അപ്പോൾ സത്യനോട് പ്രതിഭ ചോദിക്കുകയാണ്, സത്യേട്ടാ എന്തായാലും ആ ചായ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ, സത്യേട്ടാ ഞാനൊരു കാര്യം പറയാം, പക്ഷേ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഉണ്ടാക്കാനോ അല്ല. ഇന്നലെ സത്യേട്ടനും ഈ പറയുന്ന സോനയോട് സംസാരിച്ചില്ലേ വീട്ടു ചെലവിനെ കുറിച്ച്? സംസാരിച്ചു. വീട്ടു ചിലവ് 3ആയി ഡിവൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല. അവൾ ശ്യാമിൻ്റെ കയ്യിൽ നിന്നും പണം ചിലവാക്കുന്നതിനെ തുടർന്ന് അവൾ അങ്ങനെ വിട്ട ശരിയാവില്ല, ഒരു പണി കൊടുക്കണം എന്ന് ഇന്നലെ രാത്രി അവൾ പറയുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെ അവളെ പിന്തുടർന്നിരുന്നു ഞാൻ. അപ്പോൾ അവൾ അമ്മയെ പോലെ തന്നെ സോന പഞ്ചസാര മാറ്റി വെച്ചു എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന സത്യൻ, അപ്പോൾ സോന പഴയ സോനയായില്ലേ. അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയണേ, സോനയിൽ ചില സമയത്ത് അമ്മയുടെ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഇനി ഇത് ആരോടും പറയാനൊന്നും നിൽക്കേണ്ട, അതാണ് എനിക്ക് സത്യേട്ടനോടും പറയാനുള്ളത്. ഇത് ആരോടും പറയാനും ചോദ്യം ചെയ്യാനും നിൽക്കണ്ട. ഒരു കുടുംബമല്ലേ, ഒക്കെ കണ്ടില്ലെന്ന് നടിച്ച് എത്രത്തോളം മുന്നോട്ട് പോവുമെങ്കിൽ അത്രത്തോളം മുന്നോട്ട് പോവാമെന്ന് പറയാൻ കേട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് സത്യനും തോന്നാൻ കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാം റൂമിൽ ചെന്ന് സോനയോട് പറയാണ്, സോനെ നീ നിൻ്റെ അമ്മയുടെ തൊഴിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എന്തായാലും നമുക്ക് ചേർന്ന പരിപാടിയല്ല സോനെ. നിന്നിൽ ഞാൻ കണ്ട മാറ്റം അതാണ്. നീ നല്ലൊരു സോനയായി, ഒരു കുടുംബിനിയായി ഒരു ജീവിതം മുന്നോട്ട് തുടരുമ്പോൾ നീ അമ്മയുടെ സ്വഭാവത്തിൽ പോയി കഴിഞ്ഞാൽ നിന്നെ പലവരും വെറുക്കും സോനെ. അത് നീ മനസ്സിലാക്കണം. അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നീ മോളെ നിൻ്റെ അമ്മയുടെ ഗതി നിനക്കും വരും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സോനക്ക് ദേഷ്യം പിടിക്കുകയാണ്. സോന പറയുകയാണ്, ഞാൻ അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ലല്ലോ, എനിക്കറിയില്ലല്ലോ പ്രതിഭ പഞ്ചസാര. സോനെ, ഞാൻ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയതല്ല നിന്നെ. ഇതൊക്കെ മണ്ടത്തരമാണ് ഈ ചെയ്യുന്നതൊക്കെ. നിൻ്റെ അമ്മ വിജയത്തിന് വേണ്ടി പലതും ചെയ്യുമ്പോൾ നിൻ്റെ അമ്മ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുന്നത് നീ കാണുന്നില്ലേ? അതുപോലെ ഒരവസ്ഥ നിനക്കും ഉണ്ടാക്കേണ്ട. അത് നമ്മുടെ ശ്യാമമോളെയും എന്നെയും ബാധിക്കും. അത് നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആ സമയം എനിക്ക് ഉത്തരമില്ല, തനിക്കതിനൊരു മറുപടി പറയാനില്ല. അങ്ങനെ സോനാകെ നാണം കിട്ടി നിൽക്കണ്. എന്നാൽ ഇന്ദ്രനാണെങ്കിലോ അനുപമയുടെ റൂമിൽ വന്നിട്ട്, എന്താണ് സത്യത്തിൽ ഉണ്ടായത്? അതെ ഇന്ദ്രട്ട, ഇന്നലെ ഞാൻ സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തു എന്നുള്ളത് എനിക്ക് ആര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്കറിയാം, ഞാനും കണ്ടതാണല്ലോ നീ എടുത്ത സാധനങ്ങൾ. അതെ, അതിൽ പഞ്ചസാരയും ഉണ്ടായിരുന്നു. എന്നാൽ സോനയ്ക്കിപ്പോൾ പഴയതുപോലെയല്ല. എന്നോട് അവൾക്കൊരു ദേഷ്യവും വാശിയൊക്കെ കൂടുന്നുണ്ട് എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി അപ്പം അമ്മയെ പോലെ തന്നെ സോന കളിച്ച കളിയാണെന്നാണ് നീ പറയുന്നത്? അതെ, സോന കളിച്ച കളി തന്നെ.
സോനയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് പറയുന്നത് കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയുകയാണെങ്കിൽ ദേഷ്യം പിടിക്കാൻ കേട്ടോ ഇന്ദ്രനെ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇന്ദ്രട്ട, ഞാൻ എന്താ പറഞ്ഞത്? പലതും കണ്ടില്ലെന്ന് നടിക്കുക, പൊട്ടിത്തെറി വരുന്ന സമയം വരുത്താതിരിക്കുക, പൊട്ടിത്തെറി ഇല്ലാതിരിക്കുക. ഇതൊക്കെ ഞാൻ എന്നെ കൈകാര്യം ചെയ്തോളാം, എനിക്കറിയാം. ഇലക്കും മുള്ളിനും കേടില്ലാതെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ദയ വന്നിരിക്കുകയാണ് ചിരുവിൻ്റെയും ഭാനുമ്മയുടെ അടുത്തോട്ട്. അപ്പം മഞ്ചാടി അതിന് മുന്നേ ഞാനൊന്ന് പോട്ടെ, കോളേജിലോട്ടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയം ഇപ്പുറത്ത് ദയ വന്നിട്ട് എന്തായി, അവിടുത്തെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എന്തായാലും അനുചേച്ചിയുടെ വീഡിയോ വൈറലാവുന്നു. അത് കേൾക്കുന്ന ദയ, എന്ത് വീഡിയോ, ഏത് വീഡിയോ? ഇത് നോക്ക്, എനിക്ക് മഞ്ചാടി അയച്ചു തന്നതാ എന്ന്. ഞാൻ മഞ്ചാടിയുടെ പോസ്റ്റ് നോക്കാൻ മറന്നുപോയി, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ നോക്കണം കേട്ടോ. അങ്ങനെ ഈ സമയം ദയയുടെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പൊക്കെ വന്നു കേട്ടോ. അത്ര അങ്ങ് അംഗീകരിക്കാൻ ദയക്കങ്ങ് കഴിയുന്നില്ല. തൻ്റെ ഏട്ടത്തിയാണെങ്കിലും അവർ വലുതാവുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങാൻ കേട്ടോ. ഈ സമയം ദയ പറയാണ്, എന്തായാലും ഇത് അനുവെടുത്തി ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ സോഷ്യലൊക്കെ ഉണ്ടാവും ഒരു ഭ്രാന്തളകിൽ. ആ സ്ത്രീയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണ്ടേ? ആ സ്ത്രീയെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എന്നും അവർക്ക് മാത്രം വിജയം പോരല്ലോ, ഇടയ്ക്കൊക്കെ നമുക്കും ഒന്ന് വിജയം വേണ്ടേ? ദയ, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാം. എൻ്റെ ജീവിതം ഒരുപാട് നന്ദുവിനോട്ട് എത്തിച്ചതും നന്ദുവിൻ്റെ അനിയൻ്റെ പിന്നാലെ പോയതും ഒക്കെയുള്ള ഓർമ്മയില്ലേ ആ കഥകളൊക്കെ? അതൊക്കെ അറിയാം. അപ്പോൾ എന്നെ ഒരുപാടിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, മഞ്ചാടിയെയും. അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്കൊരു പണി കൊടുക്കണ്ടെന്ന് പറയും കേട്ടോ. ദയ്യേ, നീ വെറുതെ വേണ്ടാത്തത് നിൽക്കണ്ട, അച്ഛൻ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊന്നും അച്ഛനറിയില്ല, അച്ഛനറിയാതെ നമുക്കങ്ങ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ചാടി ഇങ്ങനെ നടന്നു വരുമ്പോൾ സുശീലയെ വഴിയിൽ വെച്ച് കാണാണ്. മഞ്ചാടിയാണെങ്കിൽ അവരെ കണ്ടതായി ഭാവിക്കില്ല. ആ സമയം സുശീല ചോദിക്കാണ്, എന്താ മഞ്ചാടി, നീ എന്നെ ഇതുവരെ കാണാത്തത് പോലെയുള്ള ഒരു നടത്തം, ഇതുവരെ നീ എന്നെ കണ്ടിട്ടില്ലേ? അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ചാടി, നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല, ഒന്നെങ്കിൽ നിൻ്റെ ചേച്ചി എവിടെയുണ്ടല്ലോ, ചേച്ചിയുടെ വിവരമൊക്കെ ഒന്ന് നിനക്ക് തിരക്കിക്കൂടെ? അത് കേട്ട ഉടൻ തന്നെ, അയ്യോ, ഞാൻ ആരുടെ വിവരം തിരക്കാനും ഒന്നിനുമില്ല, എൻ്റെ ചേച്ചി എവിടെയുണ്ടെങ്കിൽ ചേച്ചി അവിടെ സുഖമായി കഴിഞ്ഞോളൂ. അല്ല മഞ്ചാടി, നിനക്ക് പണ്ട് ജീവരാജിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നിനക്ക് എന്നെ ആവശ്യമുണ്ടായിരുന്നു. അന്ന് നിൻ്റെ കുടുംബങ്ങളെ മുഴുവൻ നീ തള്ളിപ്പറഞ്ഞ് നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനെ മതി. എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ച മഞ്ചാടി, ഈ ജീവരാജിനെ ഇന്നും കാണാത്തതിൻ്റെ പിറകെ നിൻ്റെ അച്ഛനാണ് കളിച്ചത്. അത് കേൾക്കുന്ന മഞ്ചാടിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കുന്ന വരില്ല, അനുചേച്ചിയെ പോലെ ഞാനായിന്ന് വരില്ല. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം, എനിക്കറിയാം നീ കുറച്ച് ചൊടിച്ചിയാണെന്ന്, അതിൻ്റെ ലക്ഷ്യമാണല്ലോ നീ കുടുംബം മൊത്തം വിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി നിന്നത്. ഞങ്ങൾ എന്നെ രാവിലെ തന്നെ വഴക്കിടാനാണ് നിങ്ങൾ എൻ്റെ മുന്നിലോട്ട് വന്നത്. അയ്യോയ്യോ, ഞാൻ ആരോടും വഴക്കിടാൻ വന്നിട്ടില്ല, ആരോടും ഞാൻ വഴക്കിടത്തുമില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയണമെന്ന് തോന്നി. നീ പൊട്ടിയെ പോലെ ഇനി മുന്നോട്ട് പോയാൽ നിനക്ക് നിൻ്റെ ജീവരാജനെ ഏതൊരു കാലഘട്ടത്തും കിട്ടില്ല. കാരണം നിൻ്റെ ജീവരാജനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഗോകുലും നിൻ്റെ അച്ഛനും കൂടിയാണ്. ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ അച്ഛനെ കുറിച്ച് പറയരുത്. ഇല്ലല്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ അറിയണം, ഈ ഗോകുലെന്നവൻ എങ്ങനെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയതെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? അത് കേൾക്കുന്ന മഞ്ചാടി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. ഇവളെൻ്റെ കെണിയിൽ വീണിരിക്കുന്നു. ആ ഗോകുലെന്ന് പറയുന്നവനെ ആരാണ് ജാമ്യത്തിൽ ഇറക്കിയെന്ന് നിനക്കറിയോ? നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഗോകുൽ ജാമ്യത്തിൽ ഇറങ്ങിയത്. അത് കേൾക്കുന്ന മഞ്ചാടി, എന്നെയും എൻ്റെ അച്ഛനെയും തെറ്റിക്കാനുള്ള വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറയട്ടെ. നീ വേണമെങ്കിൽ ഗോകുലിനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ സച്ചി സാറിനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ വേണ്ട നിൻ്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കുക എന്ന് പറയും കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ മാഞ്ചാടിയുടെ ഉള്ളിൽ തീപ്പൊരി വീഴണം. അങ്ങനെ സുശീല പറയണേ, എൻ്റെ ഒരു മകനെയല്ലേ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റിയിട്ടുള്ളൂ ആനന്ദം മാഷെ. എന്നാൽ നിങ്ങളുടെ എല്ലാ മക്കളെയും എൻ്റെ കൈക്കുള്ളിൽ, എൻ്റെ കൈപ്പിടയിലാക്കാൻ ഈ സുശീലയ്ക്ക് കഴിയുമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മാഷിനെ കണ്ടതിനെക്കുറിച്ചൊക്കെ ഇന്ദ്രനോട് പറയുമ്പോൾ ഇന്ദ്രൻ പറയണം, അത് നീ എടുത്ത തീരുമാനം എന്തായാലും നന്നായി, അങ്ങനെയൊക്കെ തന്നെ മതി എന്ന് പറയുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ.